ഹായ് ഗൈസ്, ഇറ്റ്സ് മീ പോ. ഇന്ന് നമുക്കൊരു ചൂരക്കറി എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. നല്ല തിക്കായിട്ട് ഗ്രേവി ഉള്ളൊരു ചൂരക്കറി. അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു കിലോ ചൂര പീസാക്കി എടുത്തിട്ടുണ്ട്. ബാക്കി ഇൻഗ്രീഡിയൻസ് ഞാൻ കാണിച്ചു തരാം. ഇൻഗ്രീഡിയൻസ് ഞാൻ പരിചയപ്പെടുത്താം. വെളുത്തുള്ളി, ഇഞ്ചി, കുടംപുളി, പച്ചമുളക്, തക്കാളി, ചെറുള്ളി ഇച്ചിരി വലിപ്പമുണ്ട് കേട്ടോ, സവോളയൊന്നുമല്ല. ഒരു 10 പീസ് ചെറുള്ളി, വെളുത്തുള്ളി ഉണ്ട് ഒരു 15ഓളം, ഒരു 3 പീസ് ജിഞ്ചർ, 3 കുടംപുളി കുഞ്ഞിതാണ്, പച്ചമുളക് 3 ഇതിനോട് ചതച്ചെടുക്കുക. ചെറുള്ളി വേറെ ചതച്ചെടുക്കുക. ഇത് മുറിച്ചെടുക്കുക, കീറിയെടുക്കുക. ഇതൊന്ന് നടുക പുളർക്കുക. ഇത് വെള്ളത്തിലിട്ട് വെക്കുക. ബാക്കി മുളക് വേണം, മഞ്ഞൾപ്പൊടി വേണം, ഉലുവ വേണം. അതിനെടുക്കുമ്പോൾ ഒരാൾ പറഞ്ഞുതരാം. ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്, ചെറുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്, കറിവേപ്പില, തക്കാളി മുറിച്ചെടുത്തു, പച്ചമുളകും കീറിയെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് ഉലുവ ആദ്യം ഒന്ന് പൊട്ടിക്കാനും പിന്നെ കുറച്ച് പൊടിയും വേണം ലാസ്റ്റ്, അതിന് വേണ്ടിയാണ്. പിന്നെ ഇതിനുള്ള മുളക് പൊടി എടുക്കാം. 1 2 3 4 കാശ്മീരിയാണേ, അധികം എരിവൊന്നുമില്ല. മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ചാലിച്ചെടുക്കാം. ചതച്ചെടുക്കുന്നത് ചട്ടിക്കകത്തിട്ട് വറുത്തെടുക്കുമ്പം കരിയാതിരിക്കാൻ. അപ്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പേസ്റ്റ് റെഡി. ഇപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാണ്. നമുക്കിനി കുക്കിങ്ങിലേക്ക് തുടങ്ങാം. അത് നമുക്ക് സ്റ്റവ് കത്തിക്കാം. നമ്മളിതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ചീനച്ചട്ടിയാണ്. അടികട്ടിയുള്ള സ്റ്റീൽ പാത്രങ്ങൾ ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. ഒന്ന് ചൂടായി വരട്ടെ. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, ഇതിൻ്റെ പച്ചവെള്ളം മാറിയിട്ടുണ്ട്. നമുക്ക് ചെറുള്ളി ചതച്ച് ഇട്ട് കൊടുക്കാം. ചെറുള്ളി നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറുള്ളി ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മുളക്, മഞ്ഞൾപ്പൊടി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. തീയൊന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട്. റെഡിയായി. നമുക്ക് ഇന്ന് എണ്ണയൊക്കെ വിട്ട് വരുന്നുണ്ട്. റെഡിയായിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് എടുത്ത പാത്രത്തിലെ വെള്ളമാണ്. ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. കുടംപുളി, ഉപ്പ്, ഇവനിവിടിരുന്ന് തിളച്ച് പറ്റി വരണം. അന്നേരം ഗ്രേവി നല്ല തിക്കാവും. ഈ എസൻസ് എല്ലാം അത് പിടിക്കുകയും ചെയ്യും. നമുക്കതുവരെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാവേ. പറ്റി വരുന്നുണ്ട്. എത്ര പരിച്ചെടുക്കോ അത്രയും പരിച്ചെടുക്കുക. നമ്മളായിട്ട് മസാല എല്ലാം അവിടെ ശരിക്ക് ആ പുളിയെല്ലാം ഇറങ്ങി ഗ്രേവി അങ്ങ് തിക്കാവട്ടെ. ഏകദേശം പറ്റി വന്നിട്ടുണ്ട്. എൻ്റെ ഒരു കാര്യം പറയാം. എൻ്റെ ഈ വീഡിയോ യൂട്യൂബിൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. പിന്നെ കമൻറ്റ് ചെയ്യണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇനി ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ പേജൊന്ന് ഫോളോ ചെയ്തേക്കുക, അതും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഇവൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് വേണം ഒന്നുകൂടെ തിക്ക് പേസ്റ്റ് വേണമെങ്കിൽ ഒന്ന് മിക്സിയിലിട്ട് ഗ്രൈൻഡ് എടുക്കാം കേട്ടോ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, നമുക്കിതിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫിഷ് ആഡ് ചെയ്തു. ഇനി ഇളക്കം സൂക്ഷിച്ച് വേണം, അടന്ന് പോരുത്. കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മെല്ലെ ഇളക്കി കൊടുക്കുക. എന്താ ആന കരിമ്പത്തോട്ടത്തിൽ കയറിയ പോലെ ആവരുത്. അതല്ലെങ്കിൽ ഇങ്ങനെ എടുക്കുക, ഒന്ന് ഇളക്കി കൊടുക്കുക.
വെച്ചു. സ്വല്പം കൂടെ വെള്ളം വേണം തോന്നുന്നു. പക്ഷേ നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കും. ഇളക്കി വെക്കുക. മസാലയൊക്കെ ഒന്ന് വരട്ടെ. പിന്നെ ഇങ്ങനെ ഇരുന്ന് ഒന്ന് വേട്ടെ. തിളയ്ക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. നോക്കാം. തിള തുടങ്ങി. ഇതിലേക്ക് പച്ചമുളക്, തക്കാളി അതിൻ്റെ കളർ ഇളക്കുമ്പോൾ ഭയങ്കര സ്റ്റൈലാണ് കാണാൻ. അതിനാകട്ടോ പിന്നെ ഒരു പുളി നമുക്കൊന്ന് ഇളക്കി വെക്കാം. നടന്ന് വേട്ടോ കേട്ടോ. അപ്പം നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കറിവേപ്പില തീ കെടുത്തി സ്വല്പം ഉലുവാപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ചതച്ചെടുക്കുകയാണേ. ഇത് പച്ച വെളിച്ചെണ്ണ, ഇപ്പോൾ നല്ല ചോറിൻ്റെ കൊടുത്ത് കഴിക്കാനുള്ള നല്ല സ്വയംഭം മീൻകറി റെഡി. ഇപ്പോൾ നമ്മുടെ മീൻകറി റെഡിയാണ്. ഇനി ഇതിനെ ട്രൈ ചെയ്ത് നോക്കണം. പക്ഷേ മീൻകറിക്ക് പ്രത്യേകത ഉണ്ട്. കുറച്ചേരം ഇരിക്കണം. കുറച്ചേരം ഞാൻ 2 മണിക്കൂർ 3 മണിക്കൂർ ഇരുന്ന് തണുത്ത് വന്നാൽ തലേദിവസം രാത്രി ഉണ്ടാക്കി വെച്ച് പിറ്റേ ദിവസം രാവിലെ സൂപ്പറായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. സോ ദെൻ ഇറ്റ്സ് മീ കോ സൈനിങ് ഓഫ്. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.